മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് റിയ ജോർജ്. ചെമ്പനീർ പൂവിലെ ചന്ദ്രമതി എന്ന് കേട്ടാലാകും പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും ഈ താരത്തെ തിരിച്ചറിയുക. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ചന്ദ്രമതി. തന്റെ യഥാർത്ഥ വയസ്സിനേക്കാൾ പ്രായം കൂടിയ കഥാപാത്രമാണെങ്കിലും അതിനൊന്നും തനിക്ക് വിഷമമില്ല എന്നാണ് ചന്ദ്രമതി പറയുന്നത്. വിവാഹശേഷം തന്റെ പേര് റിയ ജോർജ് എന്നാക്കി മാറ്റിയതെന്നും അതിനു മുൻപ് പത്മ എന്നായിരുന്നു പേരെന്നും താരം പറയുന്നു. അഭിനയ രംഗത്തേക്ക് എത്തിയപ്പോൾ പത്മ എന്ന പേര് മതിയെന്ന നിർദ്ദേശം ഉയർന്നു വന്നെന്നും എന്നാൽ ആ പേര് സ്ക്രീൻ നെയിം ആക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും റിയ പറയുന്നു. സീരിയലിൽ നെഗറ്റീവ് റോളിലാണ് അഭിനയിക്കുന്നതെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെന്ന് റിയ പറയുന്നു. ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ബാധിക്കാറുണ്ടെന്നും താരം പറയുന്നുണ്ട്. പക്ഷേ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ്. ചന്ദ്രമതിയായിട്ട് വീട്ടിൽ വരേണ്ട എന്ന മക്കളും പറയാറുണ്ട്. ഒരു മാസത്തിൽ ഭൂരിഭാഗവും താൻ ചന്ദ്രമതിയായിട്ടാണ് ജീവിക്കുന്നത്. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മോഡിൽ മുന്നോട്ട് പോകുന്ന അഭിനേതാക്കളുണ്ട്. പക്ഷേ ആ മെത്തേഡ് തനിക്കറിയില്ല. അഭിനയം കഴിഞ്ഞാലും ആ ക്യാരക്ടർ കൂടെ ഉണ്ടാകും. എവിടെ റിയ എന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട്. ഫ്ലൈറ്റ് അറ്റൻഡന്റായി ജോലി ചെയ്തിരുന്ന റിയ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 4 വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമാണ് താരം. അതെ, സ്റ്റേഡിയമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ കണ്ണും കണ്ണും നോക്കി. ലൈക്ക് മൈ 12th സ്റ്റാൻഡേർഡിന്റെ പ്രേമം. അതാണ് നമ്മൾ പിന്നെ കല്യാണം കഴിച്ചത്. ഓ, ഇപ്പം രണ്ട് കുട്ടികൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചെമ്പനീർ പൂവ് ഹിറ്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആരാണ് ചന്ദ്രമതിയും സച്ചിനും എല്ലാവരും ഹിറ്റ് ഹിറ്റ് ഹിറ്റ്. എന്താണ് സന്തോഷം? എനിക്ക് തോന്നുന്നു TRPയിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ചെമ്പനീർ പൂവാണ് അല്ലേ? അതെ അതെ. റിയ, എന്തൊക്കെയുണ്ട്? സന്തോഷാണോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് ഈ സീരിയൽ എനിക്ക് കിട്ടിയത് തന്നെ ബിക്കോസ് ഈ ക്യാരക്ടറിന് വേണ്ടി കുറെ സീനിയർ ആർട്ടിസ്റ്റ് ഞാൻ നോക്കി വെച്ചത്. പിന്നെ ഒരു റിസ്ക് എടുത്ത് എന്നെ സെലക്ട് ചെയ്തു. ഞാൻ അത് ഐ കെയിം അപ്പ് ടു ദ പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്ടേഷൻ, ഡയറക്ടേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ഞാൻ മീറ്റ് ചെയ്തു വിചാരിക്കുന്നു. പക്ഷെ എപ്പോഴും ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഈ സ്കെഡ്യൂളിൽ ഞാൻ എന്താ പുതിയതായിട്ട് ചെയ്യണം? ബിക്കോസ് ഈവൻ ഐ ഗെറ്റ് ബോർഡ്. സെയിം എക്സ്പ്രഷനൊക്കെ ചെയ്ത് ഞാനും മടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ എക്സ്പ്രഷൻ ചെയ്യണം ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഈ സ്കെഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന കുറെ കോമഡി സീൻസ് കുറെ ഉണ്ട്, ചിരിപ്പിക്കാനും ചിരിക്കാനും. ഒരു കഷായം കുടിപ്പിക്കുന്ന സീനില്ലേ, അത് നല്ല രസമായിരുന്നു. അത് ആക്ച്വലി സെറ്റിൽ അവർ എന്നെ അങ്ങനെയൊക്കെ ചെയ്യും. സോ ദേ കീപ് പുള്ളിങ് മൈ ലെഗ്. എന്നെ ഒരു കൊമീഡിയൻ ആയിട്ടാണ് ആ സെറ്റിൽ കാണുന്നത്. ബിക്കോസ് മലയാളം ഡയലോഗ്സ് പറയുമ്പോ എപ്പോഴും ഞാൻ തെറ്റാറുണ്ട്. അപ്പൊ അത് ഞാൻ വേർഡ്സ് പറയുമ്പോ അത് വേറെ അർത്ഥം മാറിപ്പോവും. അപ്പൊ ഇവർക്ക് ചിരിക്കാനേ സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല രസമുണ്ട് സെറ്റില്. ഇറ്റ്സ് ലൈക്ക് വി എൻജോയ്. നന്നായിട്ട് പോകുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ എന്റെ ഷോയുടെ പേര് എന്ന് പറഞ്ഞാൽ ചക്കം പക്കം എന്നാണ്. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കും. അപ്പൊ യെസ് ആണെങ്കിൽ ഇതിന്റെ പേര് ഡംറു. ഡംറുവിൽ ഒരു കൊട്ടുവട്ടം യെസ് ആണെങ്കിൽ. ഓക്കെ, നോ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ പണിഷ്മെന്റ്. സിമ്പിൾ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മലയാളമാണോ? മലയാളമാണ്. But you'll understand. Okay? It's all about ചന്ദ്രകാന്ത് അല്ലല്ലോ, ചന്ദ്രമതിയും ചെമ്പനീർ പൂവും ഒരുമിച്ചായിട്ട് അങ്ങനെ മാറിപ്പോയതാണ്. ഇതാണ് എന്റെ ഡമരു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഓക്കെ, അപ്പം റിയയ്ക്കുള്ള ഫസ്റ്റ് ചക്കം. ചെമ്പനീർ പൂവിലെ ചന്ദ്രമതി ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അതെ. ഐ മീൻ റിയൽ ലൈഫിലും നെഗറ്റീവ് ക്യാരക്ടർ ആണോ എന്നാണല്ലേ ചോദിക്കുന്നത്? ആണോ? അല്ല, ശരിക്കും ത്രൂ ഔട്ട്? ഓക്കെ, ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടർ ആണോ? ഞാൻ നെഗറ്റീവ് ആണ്. പക്ഷെ ഇടയ്ക്ക് ആ മരുമകളിനെ കണ്ടാൽ മാത്രം എനിക്ക് ചൊറിച്ചിൽ വരും. അല്ലാത്ത ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. രേവതിനെ കണ്ടാൽ മാത്രം എന്റെ BP കൂടും. പിന്നെ എന്റെ മറ്റേ യക്ഷി രൂപം പുറത്തോട്ട് വരും. അല്ലാത്തത് ബിക്കോസ് ആ പോലീസ് സ്റ്റേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോ ഓഡിയൻസ് ഒക്കെ ഭയങ്കര എന്നെ ഇഷ്ടപ്പെട്ടു. ആ സീൻസ് ഒക്കെ കണ്ടു. ബിക്കോസ് അതിൽ ഭയങ്കര കരച്ചിൽ സീൻസ് ആയിരുന്നു. സോ ദേ ലൈക്ഡ് ഇറ്റ്. ബട്ട് ദ മൊമെന്റ് ഞാൻ രേവതിനെ കാണുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്റെ ഡയറക്ടറും റൈറ്ററിനോട് പറയും എന്താ കാരണം, ഞാൻ എന്തിനാ സച്ചിനെ ഇങ്ങനെ ഹേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ കഥ അറിഞ്ഞു. പക്ഷെ അതിലൊരു ലിങ്ക് ഉണ്ട്. നമ്മളിനി അത് അൺഫോൾഡ് ആവും. അത് എന്താ കാരണം അത് അറിയും. Okay, next question. So now just once again, if it is yes I should not do or yes ആണെങ്കിൽ yes ആണെങ്കിൽ you will have to
ഓക്കെ, ഇതെല്ലാം റിലേറ്റഡ് ടു ദ സീരിയൽ അല്ലേ, Yeah. പേഴ്സണൽ അല്ലല്ലോ? നോ 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 പേഴ്സണൽ ലൈഫിൽ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളിൽ ഒരാളോടാണ് കൂടുതൽ സ്നേഹമെങ്കിലും ഞങ്ങളുടെ സച്ചിക്ക് ചന്ദ്രമതിയോട് ഉള്ളിൽ നിറയെ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടോ സച്ചിക്ക്? ഇഷ്ടമാണ്. ആണ്. ആണ്. ഒത്തിരി ഇഷ്ടമാണ്. അതെന്താണ് പറയുമ്പോ ഒരു സങ്കടം? എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ സീരിയൽ എന്നോട് ഇഷ്ടം ഇല്ല പറയാൻ. എനിക്ക് കാണിക്കണ്ട. ബട്ട് ആസ് എ പേഴ്സൺ ഐ ലൈക്ക് ഹിം എ ലോട്ട്. പിന്നെ സീരിയലിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഇഷ്ടം കാണിക്കുന്നുണ്ട്, ബട്ട് പിന്നെ ഞാൻ അത് പിടിച്ച് പിന്നെ മരുമോൾ രേവതിനെ കാണുമ്പോ ഇഷ്ടം പോവല്ലേ? അല്ല, there is something which is there. അത് ഡിസ്ക്ലോസ് ചെയ്തില്ല, ബട്ട് എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമില്ല. ഇപ്പോൾ അറ്റ് ദ മോമെന്റ് കാണിച്ചത് അവന് ജുവനൈൽ കോർട്ടില് ഏതോ ചെറുപ്പത്തില് അവൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അവൻ ജയിലിൽ പോയി കിടന്നതാ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യമാണ് അവനോട് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി അവൻ അല്ല ക്രൈം ചെയ്ത്, വേറെ ആരോ ചെയ്താണ്. പക്ഷെ അവന്റെ തലയിൽ വന്ന് അത് പിന്നീട് ഡിസ്ക്ലോസ് ആവുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഊഹിക്കുന്നു. ഊഹിക്കുന്നു. Yeah, Okay, അതെ. അങ്ങനെ തന്നെ നടക്കാൻ നമ്മൾ എല്ലാരും പ്രാർത്ഥിക്കും. Yeah. പ്രാർത്ഥിക്കും.